അപ്പോൾ തിരുവചനം വെളിപ്പെടുത്തുന്നു. നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാൻ ഈശോ പഠിപ്പിക്കുമ്പം ഈശോ നിരന്തരം ശ്രദ്ധിച്ചതും പരിശുദ്ധാത്മ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളെ മക്കളാക്കി തീർക്കാനായിട്ടാണ്. മക്കൾക്കടുത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നുള്ള പൊതുശീർഷകത്തിൽ നമ്മൾ എടുക്കുന്നതായ വചന വിചിന്തന പരമ്പരയുടെ 9ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന സംബോധനയിൽ പിതാവേ എന്നുള്ള ആ ഒരു സംജ്ഞ, ആ ഒരു വാക്ക്, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ. പിതാവേ എന്നുള്ള ഒറ്റ വിളി 2 വശം ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മൾ കണ്ടു. ഒന്ന്, ദൈവം ആരാണ് എന്ന്, ഒപ്പം രണ്ടാമത്തെ നമ്മൾ ആരാണ് എന്ന്. പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന ദൈവം ആരാണ്? അവിടുന്ന് പിതാവിനൊപ്പം തന്നെ മാതാവും മണവാളനും പിന്നെ ഗുരുവും നാഥനും കർത്താവും രാജാവും എല്ലാമാണെന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കാണുകയുണ്ടായി. ഇത് നമുക്കതിന് മറുവശം ചിന്തിക്കാം. നമ്മൾ ആരാണ്? പിതാവേ എന്ന് വിളിക്കുന്ന നമ്മൾ ആവശ്യപ്പെടുമ്പം നമ്മൾ ആരാണ്? നമ്മൾ മക്കളാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥ വെളിപാടിൻ്റെ ഏറ്റവും പരമമായ ഉന്നം നമ്മൾ ദൈവമക്കളായി തീരുക എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 12-13 തിരുവചനങ്ങളിൽ തന്നിൽ വിശ്വസിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ ഈശോയിലേക്ക് വരുന്ന വ്യക്തി, ഈശോ വിശ്വസിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന അനുഭവം ദൈവത്തിന്റെ മക്കളെ തിരിക എന്നുള്ളതാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ ആവേശത്തോടെ അപ്പോസ്തലനായ യോഹന്നാൻ പങ്കുവെക്കുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളെ കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. നമ്മളങ്ങനെ ആണ്. താനും നമ്മൾ ദൈവമക്കളായി തീർന്നിരിക്കും. നമ്മളങ്ങനെ ആണ്. എന്നാൽ നമ്മൾ എങ്ങനെ ആയിത്തീരും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ദൈവമക്കളായിട്ട് നമ്മൾ ആയിക്കഴിഞ്ഞു. പിന്നെ എന്തായിത്തീരുന്നത്? ഉദരത്തിലൊരു കുഞ്ഞുരുവായി, അപ്പൻ്റെ അമ്മയുടെ കുഞ്ഞ് ഉദരത്തിൽ ഉരുവായി, ഒരു മോന് മോളവിടെ വന്നു കഴിഞ്ഞു. ഇനി അത് രൂപപ്പെട്ട് വരണം. ഉദരത്തിൽ രൂപപ്പെടണം. പിന്നെ ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും വളർന്നു കയറി വരണം. ഇതുമാത്രം അപ്പനെ പോലെ ആയിത്തീരും, അമ്മയെ പോലെ ആയിത്തീരും എന്ന് അറിയത്തില്ല. ഒത്തിരി ആകാനുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ദൈവമക്കളായി ഉരുവാക്കപ്പെട്ടു മാമോദിസ വഴി. ഇനി നമ്മളത് രൂപാന്തരപ്പെട്ട് നമ്മുടെ ഭൂമിയിലെ ജീവൻ തീരുന്നതിന് മുമ്പായിട്ട് ഈ സ്വർഗസ്ഥനായ പിതാവിന് ചേർന്ന മോനായിട്ട് മാറണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ 43 മുതൽ തിരുവചനം വായിക്കുകയാണ്. ശത്രുവിനെ സ്നേഹിക്കണം, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഉപദേശം പറഞ്ഞിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിട്ട് തീരും. അപ്പം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ സ്വർഗസ്ഥനായ മക്കളാവുകയില്ല. വീട്ടിന് ബാക്കി പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നവരെ പരിപൂർണനായിരിക്കണം. ഈശോ എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ പിതാവിന് ചേർന്ന മക്കളായിട്ട് മാറുക. പിതാവിനെയുള്ള മക്കൾ. സുവിശേഷ പറയുമ്പോൾ നമുക്കറിയാം, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം. വീഡിയോ പഠിപ്പിക്കാൻ നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷം അന്ത്യത്താഴ വേളയിൽ പിതാവിനെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. പിതാവിൻ്റെ സ്നേഹമാണ് പക്ഷെ മോഡലായിട്ട് വരുന്നത്. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന കർത്തൃപ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണം. പിതാവെങ്കിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ യേശു ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാൻ 14 നമ്മൾ വായിക്കുകയാണ്, പിതാവിൻ്റെ പക്കലേക്കുള്ള വഴിയാണ് ഞാൻ എന്നിലൂടെയാണ് നിങ്ങളെല്ലാവരും പിതാവിലേക്ക് വരുന്നത്, വേറെ വഴിയില്ല എന്ന് പറയുന്നുണ്ട്. പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്കൂടി വാസ്തവം ഒരുക്കാൻ പോവുകയാണ്. വീണ്ടും പറയുകയാണ്, നമ്മുടെ മരണം എന്താണ്? ഞാൻ നിങ്ങളെ പിതാവിൻ്റെ മധ്യ കൂട്ടിക്കൊണ്ട് പോകും. അതാണ് നമുക്കുള്ള മരണത്തിൻ്റെ അനുഭവം ഈശോ പറഞ്ഞത്. അപ്പോൾ ഈശോ എപ്പോഴും പിതാവിലേക്കാം. ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട് അവിടെ യോഹന്നാൻ 14-9 വാക്യങ്ങളിൽ, പിതാവിനെ കാണിച്ചതാ. ഈശോ എന്നെ കണ്ടാൽ മതി, എന്നെ കണ്ട് പിതാവിനെ കാണുന്നു. അപ്പോൾ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തരാൻ വേണ്ടി വന്ന ഈശോ തൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും വഴിയായിട്ട് ആ പിതാവിനെ വെളിപ്പെടുത്തുന്നത്. അവിടെ ഈശോയെ നോക്കുന്ന വ്യക്തി പിതാവിനെ കാണുന്നതിന് ഈശോ പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങളിൽ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവത്തിന് ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനായ പുത്രനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഇങ്ങനെ പറയുകയാണ്.
അപ്പൊ ഈശോയുടെ ദൗത്യം ഭൂമിയിൽ അവിടുന്ന് പങ്കുവെക്കുമ്പോൾ ഈ പിതാവ് ആരാണെന്ന് വെളിപ്പെടുത്തുക, ആ പിതാവിനെ നമ്മൾ അറിയുക. ആ പിതാവിനെ അറിയുന്നിടത്താണ് നമുക്ക് നിത്യജീവൻ പോലും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 3-ാം വാക്യം, ഏകസത്യമായ അങ്ങയും അങ്ങച്ച പിതാവിനെയും അറിയുന്നിടത്ത് നിത്യജീവൻ, അങ്ങയുടെ നാമം ഞാൻ വെളിപ്പെടുത്തി. ഈശോയുടെ പ്രാർത്ഥനയിൽ യോഹന്നാൻ 17-6 വാക്യങ്ങളിൽ അപ്പോസ്തലന്മാരുടെ മക്കൾ ചെയ്ത കാര്യം, അങ്ങയുടെ നാമം ഞാൻ വെളിപ്പെടുത്തി, അവരെ സ്വീകരിച്ചു. ഇനി ഞാൻ അങ്ങനെ നാം ഇനിയും വെളിപ്പെടുത്തും. കേട്ടോ, പിതാവിനെയാണ് ഈശോ ഇപ്പോഴും കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ ഈ പിതാവിന് ചേർന്ന മക്കളായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ദൗത്യം. ഈശോയുടെ ദൗത്യവും പരിശ്രമവും ശുശ്രൂഷകളും നോക്കുമ്പോഴും ഒപ്പം നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിക്കുമ്പോഴും പരിശുദ്ധാത്മാവും നമ്മളെ സഹായിക്കുന്നത് ഈ പിതാവിന് ചേർന്ന മക്കളാകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിലെ ധ്യാന ശുശ്രൂഷകളെ പറ്റി ചിന്തിക്കുമ്പം ഒരു നിരീക്ഷണം നമുക്ക് കാണാൻ പറ്റും, എടുക്കാൻ പറ്റും. കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ ഒരു 50 വർഷം മുമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ധ്യാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശൈലി ഉന്നവും ഈശോയിലേക്ക് വരിക, ഈശോയെ സ്നേഹിക്കുക, തിരുഹൃദയ ഭക്തി, അങ്ങനെ ഈശോയെ കൊണ്ട് നിറഞ്ഞ് ഈശോയിലേക്ക് സമർപ്പിക്കപ്പെട്ട് ഈശോ അങ്ങനെ മാറുക. അതായിരുന്നു ധ്യാനത്തിന്റെ ഒരു പരമമായ ഉന്നം. പരിശുദ്ധാത്മാവിനവിടെ വലിയ സ്ഥാനമൊന്നും ഇല്ലായിരുന്നു, ഒരു പാട്ടൊക്കെ പാടത്തേ ഉള്ളൂ. അത് കരിസ്മാറ്റിക് ധ്യാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പം ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള അപ്പോസ്തലന്മാർ ഒരുക്കിയിട്ട് ഈശോ പോയി ഇവിടെ പന്തക്കൊസ്ത പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവം, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ജ്വലിക്കണം, അഭിഷേകം കിട്ടണം, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു നമ്മുടെ ധ്യാന ശുശ്രൂഷ എല്ലാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ധ്യാനങ്ങളുടെ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറയാനുള്ള കഴിവ് പ്രാർത്ഥന, അഭിഷേക പ്രാർത്ഥനയായിട്ട് മാറി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോഴേക്കും അതിൻ്റെ അനുഭവങ്ങളായി വരദാനങ്ങളായി, അപ്പം ധ്യാനം പൂർണ്ണമായി. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥ വന്നു. യഥാർത്ഥ ബൈബിളിലെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇപ്പൊ കണ്ടു കഴിഞ്ഞ പോലെ ഈശോയിലും വന്ന് നിൽക്കാൻ പാടില്ല, പരിശുദ്ധാത്മാവിലും വന്ന് നിൽക്കാൻ പാടില്ല, പിതാവിലേക്ക് നമ്മൾ വരണം. കണ്ടില്ലേ, ഈശോ വഴിയാണ്, പിതാവെന്ന് വിളിക്കാനാണ് പഠിപ്പിക്കുന്നത്. പിതാവിനെ വെളിപ്പെടുത്താൻ ഈശോ ഭൂമിയിലേക്ക് വന്നത്. ഈശോ തന്നെ അല്ല മഹത്വപ്പെടുന്നത്, പിതാവിലേക്കാണ്. പരിശുദ്ധാത്മാവും അത് തന്നെയാണ്. നമ്മൾ ഇപ്പൊ സൂചിപ്പിച്ചതായ റോമാലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിലെ 14 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രരാണ്. നിങ്ങൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ വളരെ ശ്രദ്ധിക്കാനില്ലാത്ത ഒരു വിശേഷണ പേരാണ് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ്. നമ്മളെ ദൈവത്തിന്റെ പുത്രരാക്കി സ്വീകാര്യരാക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ആ ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവ് സാക്ഷ്യം നൽകുന്നു. മക്കളെങ്കിൽ അവകാശികളുമാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നിരന്തരം നൽകുന്നതായ ഒരു സഹായം, നിരന്തരം നമ്മുടെ മക്കൾ പരിശ്രമിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്ന് പറയാവുന്ന ആത്യന്തികമായിട്ട് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കാന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിന്റെ മക്കളാക്കി നമ്മൾ തീർക്കുന്നതിന് ആവശ്യമായ കൃപാവരങ്ങൾ, വരദാനങ്ങൾ എല്ലാം അവിടെ തരും. അപ്പൊ നമ്മൾ ഓരോരുത്തരെ അങ്ങനെ ആക്കുന്നു, ചുറ്റുമുള്ളവരെ ആക്കണം. സഭയിൽ അങ്ങനെ ദൈവമക്കളായിട്ട് വളരണം, ദൈവജനമായിട്ട് നമ്മൾ മാറി വളർന്ന് കയറി വരുന്ന വേദിയാണ് സഭ. ആ സഭയെ പടുത്തുയർത്താനുള്ള നിരവധിയായ വരദാനങ്ങൾ സഭ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ മുഴുവൻ ഉന്നം നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറണം, ആബാ പിതാവെന്ന് വിളിക്കണം. യേശുവിനൊപ്പം നമ്മൾ ഈ പിതാവിന്റെ മക്കള് കൂട്ടവകാശികളും ഈ തിരിച്ചറിവിലേക്ക് എത്തണം. അവാച്യമായ നെടുവീർപ്പുകളാൽ പിതാവിന്റെ പക്കൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമുക്കൊണ്ട് മധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദൗത്യം നമ്മൾ തിരിച്ചറിയുകയാണ്, ആബാ പിതാവിൻ ദൈവത്തെ വിളിക്കാനായിട്ടാണ്. അപ്പൊ തിരുവചനം വെളിപ്പെടുത്തുന്നു, നമ്മൾ കർത്തൃപ്രാർത്ഥനയില് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാൻ ഈശോ പഠിപ്പിക്കുമ്പം ഈശോ നിരന്തരം ശ്രദ്ധിച്ചതും പരിശുദ്ധാത്മാവ് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളെ മക്കളാക്കി തീർക്കാനായിട്ടാണ്. മക്കൾക്കടുത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. നമുക്ക് അതിനെപ്പറ്റി അല്പം കൂടി ചിന്തിക്കാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും അത് അപ്പായുടെ പക്കലുള്ള മക്കൾ മാത്രമല്ല, അമ്മായിയുടെ പക്കലുള്ള മക്കളായിട്ട് മാറണം. ഒപ്പം നമ്മൾ കൈസേഷൻ കാണുകയുണ്ടായി, ദൈവം അപ്പനും അമ്മയും മാത്രമല്ല മണവാളനാണ്, വരനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മണവാട്ടിയാണ്. അപ്പൊ ഒരു മണവാട്ടിയുടെ അനുഭവത്തോട് നമ്മൾ ദൈവത്തിന്റെ പക്കലേക്ക് എത്തണം. ഹോസേയ 2 നമ്മൾ കണ്ടില്ലേ, അവൾ എന്നെ എൻ്റെ പ്രിയതമൻ എന്ന് വിളിക്കും, പ്രിയതമൻ എന്ന് വിളിക്കും.
അപ്പോൾ നമ്മുടെ മുഴുവനും ഒരു മണവാട്ടി മണവാളനെ എങ്ങനെ ഒട്ടി സ്വന്തമാക്കി ലയിച്ച് സ്നേഹിക്കുന്നുവോ അതുപോലെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ആ മണവാട്ടിക്കടുത്ത ഹൃദയത്തോടെ, അനുഭവത്തോടെ. നമ്മളതേപ്പറ്റി മറുവശം കണ്ടു കഴിഞ്ഞു, ദൈവം എങ്ങനെ മണവാള അടുത്തിക്കുന്നുള്ളത്. അമ്മ ത്രേസ്യ ആഭ്യന്തരകർമ്മ്യത്തിൽ എന്ന പുസ്തകത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്മീയതയുടെ ആഴപ്പെട്ട അനുഭവങ്ങൾ പങ്കുവെക്കും. അവസാനം പങ്കുവെക്കുന്നിടത്ത് ഉത്തമഗീതത്തിലെ മണവാളം മണവാട്ടിൻ്റെ ഇമേജറി ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. 6-ാം സദനം, 5-ാം സദനം, 6-ാം സദനം, 7-ാം സദനത്തിൻ്റെ ആഴപ്പെട്ട അനുഭവം നിങ്ങളത് കുറച്ച് കൂടുതലായിരിക്കും. യൂട്യൂബിൽ നമ്മൾ ആഭ്യന്തരകർമ്മ അനുഭവം കുറിച്ചിട്ടുണ്ടല്ലോ, അത് കൂടുതലായിരിക്കും എന്ന് പ്രതീക്ഷനെ പറയുന്നതാണ്. അപ്പം 5-ാം സദനത്തിൽ അമ്മ ത്രേസ്യ പറയുകയാണ്, ഒരു പെണ്ണ് കാണലാണ് കല്യാണം ഉറപ്പിക്കലാണ്. 6-ാം സദനം എന്ന് പറയുന്ന അനുഭവം പരസ്യമായ ഒത്തുകല്യാണമാണ്, പരസ്യം പ്രഖ്യാപിക്കലാണ്. 7-ാം സദനം എന്ന് പറയുന്നത് വിവാഹത്തില് ദൈവവും നമ്മുടെ ആത്മാവ് ഒന്നായിട്ട് മണവറിൽ പ്രവേശിക്കുന്നതാണ്. ദൈവത്തിൽ നമ്മൾ ഒന്നായി തീരുന്നത്. അപ്പം വധു വരനിൽ, മണവാട്ടി മണവാളനിൽ ആനന്ദിക്കുന്നവർ ലയിച്ചു ചേർന്ന് നമ്മൾ അങ്ങനെ ദൈവത്തിൽ ലയിച്ചു ചേരണം. ഇതും നമുക്ക് മക്കൾക്കടുത്ത അവസ്ഥയിൽ നിൽക്കണം, പിതാവിൽ നിന്ന് വിളിക്കണമെന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിലെടുക്കണം. ഈ സ്നേഹം എല്ലാം ഉള്ളിലെടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സമീപിക്കണമെന്നാണ്. ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പം നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഈശോ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.